പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കുന്ന എണ്ണയൊഴിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് ഇന്നത്തെ വിഭവം. ഗൺ പൗഡർ, ഇഡ്ലിപ്പൊടി, അങ്ങനെ പല പേരുകളും ഇതിനുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് പണ്ട് തൊട്ടേ എണ്ണയൊഴിക്കുന്ന ചമ്മന്തിപ്പൊടി എന്നാണ് പറയുന്നത്. പലതരം ഇൻഗ്രീഡിയൻസും കോമ്പിനേഷൻസും ഉപയോഗിച്ച് ഇഡ്ലി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഏവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. വളരെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. നമ്മുടെ കൈവശമുള്ള പൾസസും ധാന്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് വളരെ വേഗം എളുപ്പത്തിൽ കുറേ നാൾ സ്റ്റോർ ചെയ്യാവുന്ന തരത്തിലുള്ള ഈ ചട്നി പൗഡർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഇവയൊക്കെയാണ്: ഉഴുന്ന്, ചെറുപയറോ ചെറുപയർ പരിപ്പോ, തുവരപ്പരിപ്പ്, മുഴുവൻ മല്ലി, ഇത്രയുമാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ഇതും വറ്റൽ മുളകും കൂടി നല്ലപോലെ അടുപ്പത്ത് വെച്ച് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നു. മുഴുവൻ ഇൻഗ്രീഡിയൻസും ഇവിടെ ഞാൻ ചേർത്തിട്ടില്ല. ആദ്യം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അടുപ്പത്ത് വെച്ച് മൂപ്പിക്കുന്നത്. വളരെ ചെറിയ തീയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് താഴെ തീ വെച്ച് മൂപ്പിക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇളക്കാനും വിട്ടുപോകരുത്. കണ്ടിന്യൂസ് ആയി ഇളക്കുന്നത് ഇതിന് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ മൂത്തു പോകാനോ കരിഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ ഉച്ചയ്ക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ, ഇഡ്ഡലിയോ ദോശയോ ഒക്കെ കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ കൂടെ ഈ ചമ്മന്തിപ്പൊടി എണ്ണയൊഴിച്ചതും കാണും. അന്ന് എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ആർക്കും തന്നെ ഇങ്ങനൊരു വസ്തുവിനെ പറ്റി കണ്ടോ കേട്ടോ അറിവില്ല. എൻ്റെ വീട്ടിൽ മാത്രമുള്ള ഒരു വസ്തുവാണെന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ താങ്ക്സ് ടു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ പോകെ കാലങ്ങൾ കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് തിരിച്ചറിയാൻ സാധിച്ചത് ഒരുപാട് പേർ പലയിടങ്ങളിൽ പല രീതിയിൽ ഇത് ഉണ്ടാക്കാറുണ്ടെന്ന്. പകുതി മൂത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നു. കുരുമുളകും ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത മണം വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പാകത്തിന് മൂത്ത ശേഷം ഇത് ഒരു മുറത്തിലേക്കോ മറ്റോ നിരത്തിയിടുക. വലിയ ചൂടൊന്നാറിയ ശേഷം വേണം ഇത് പൊടിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, വറ്റൽ മുളക് ദൈ കാണുന്നത് പോലെ ഒടിഞ്ഞു പോകുന്നത്ര ക്രിസ്പിയായി മൂത്തിരിക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമയമില്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കി എന്നുറപ്പ് വരുത്തിയ ശേഷം അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് പാകത്തിന് ഉപ്പും 1-1.5 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് പൊടിച്ച് ഭസ്മമാക്കിയെടുക്കുക. ഈ പൊടി ഇനി മുറത്തിൽ നിരത്തിയിട്ട് കുറച്ചെങ്കിലും ചൂടുണ്ടെങ്കിൽ അതെല്ലാം മാറിയ ശേഷം ഒരു എയർ ടൈറ്റായ വെള്ളമയമോ ഒന്നുമില്ലാത്ത നല്ലൊരു കണ്ടെയ്നറിലിട്ട് അടച്ച് ദീർഘകാലം സൂക്ഷിക്കുക. ദീർഘകാലം കേടാകാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം ഇനി വേറൊന്നും അന്വേഷിക്കേണ്ട. സാമ്പാറോ ചമ്മന്തിയോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരൊറ്റ ചമ്മന്തിപ്പൊടി മതി. കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്ത് പ്ലേറ്റിനൊരു വശത്തിട്ട് നടുവിലൊരു കുഴിവുണ്ടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചാലിച്ച് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഉണ്ടാക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.